ഹേയ് ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ ആശിഷ് അക്കു 24. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അത് ഞാൻ രാവിലെ ചേട്ടായുടെ അടുത്തേക്ക് വന്നു. ഞാൻ ചെന്നപ്പം ചേട്ടായി വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കി നിൽക്കുക. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ ഡിറ്റു ചേട്ടായുടെ വീട്ടിലേക്ക് പോയി. ഞാൻ വണ്ടി എടുത്ത് നേരെ ഡിറ്റു ചേട്ടായുടെ വണ്ടിയെ യാത്ര വെച്ചു. ഡിറ്റു ചേട്ടയാണ് വണ്ടി ഓടിക്കുക. പിന്നെ ഞാൻ മെയിൻ ആയതുകൊണ്ട് ഞാനാണ് ഈ പ്രാവശ്യം ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു, ഈ യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ പോകും തൃശ്ശൂരിലേക്കാണ്. ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 3 പേര് ഈ വണ്ടി എടുത്ത് ട്രിപ്പ് പോകുന്നത്. ആ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ മൂവാറ്റുപുഴയിലേക്ക് നമ്മൾ റീൽസിലും യൂട്യൂബിലൊക്കെ കാണാനുള്ള ആ വീട് കണ്ടത്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ തൃശ്ശൂരിലേക്കൊക്കെ ഞങ്ങൾ 35 കിലോമീറ്ററും കൂടെ ഉള്ളൂ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ, അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ മെയിൻ എന്ന് പറയുന്നത് ഫുഡാണല്ലോ. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ശരവണാസിൽ കയറി. അവിടെ നല്ല പൂരിയും നല്ല ചട്നി കറിയും ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ വയറ് നിറച്ച് ആസ്വദിച്ച് കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങും. രാജുവേട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ തൃശ്ശൂരെത്തി. വലിയ ആഗ്രഹത്തോടെ സൂവിൻ്റെ ഫ്രണ്ടിലേക്ക് 2 പേരും പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്ന് സൂ ഓപ്പൺ അല്ല. കാരണം മൺഡേ ഈസ് ഹോളിഡേ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. പിന്നെ അവിടെയുള്ള പല ആൾക്കാരോടും ചോദിച്ചു തൃശ്ശൂർ കാണാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അവർ പറഞ്ഞു, മക്കളെ ഇന്നെല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നെ അപ്പച്ചൻ തൃശ്ശൂരിലെ വലിയൊരു മാപ്പ് ഞങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് തൃശ്ശൂരിനെ പറ്റി ഞങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന്, അടുത്ത വഴി നോക്കുക എന്നുള്ളത്. നേരെ ഞങ്ങളൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന ചേട്ടനെടുത്ത് തന്നു. ആ ചേട്ടൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്തിനും ഇവിടെ നിൽക്കണം, നിങ്ങൾ എൻ്റെ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ചേട്ടൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വിട്ടു, പാലക്കാട്ടിലേക്ക്. ആദ്യമായിട്ടാണ് കുതിരാതുരങ്കത്തിലൂടെ നേരെ യാത്ര ചെയ്യുന്നത്. കുതിരാതുരങ്കത്തിലൂടെ യാത്ര ചെയ്യുന്നൊരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ലക്ഷ്യമാക്കിയാൽ വന്നെങ്കിലും ഞങ്ങളെ എത്തിച്ചത് പാലക്കാട് മലമ്പുഴയിലേക്കാണ്. എന്തായാലും 2 ജില്ലയിലും ഒരുമിച്ചങ്ങ് കയറാൻ പറ്റി. ഇതാ പറയുന്നത്, ഒന്ന് പോയാൽ അടുത്തയിലേക്ക് നോക്കുക എന്നുള്ളത്. ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ പാലക്കാടിലേക്ക് തന്നെ യാത്ര തിരിച്ചു. പിന്നെ ഇത്രയും നേരം യാത്ര ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് യാത്ര ചെയ്ത്. പിന്നെ നേരെ എത്തിയത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്കാണ് പാലക്കാടുള്ളത്. പക്ഷേ കയറിയപ്പോഴെല്ലാം അടിപൊളിയായിരുന്നു, കാരണം കാണാൻ ഒരുപാടുണ്ട്. കാരണം ഞാൻ കുഞ്ഞിലെ അവിടെ പോയതാണ്. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ചെല്ലുന്നത്. ഞങ്ങൾ 3 പേരും നല്ല ഹാപ്പി മൈൻഡ് ഞങ്ങൾ അതിൽ ഇതിലെല്ലാം കറങ്ങി നടന്നു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓരോ മുക്കിനും മൂലയ്ക്കും ഓരോ കപ്പിൾസും ഓരോ ലവേഴ്സും നിന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ചെല്ലുന്നിടത്തെല്ലാം ഇവരുണ്ട്. അവർക്കും ഞങ്ങളൊരു ശല്യമാകാതെ ഞങ്ങൾ അത്യാവശ്യം സ്ഥലത്ത് മാത്രം കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഞങ്ങൾ വീണ്ടും തിരിച്ച് അവിടെ നിന്ന് തന്നെ ഇറങ്ങി. അവിടുന്ന് നേരെ ഞങ്ങൾ മലമ്പുഴ ഡാമിലേക്ക് പോയി. മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് റോപ്പിൽ കയറുക എന്നുള്ളതായിരുന്നു. ആ പോയ വഴിക്കാണെങ്കിൽ കണ്ണിനെ മനോഹരമാകുന്ന ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ കൃത്യസമയത്ത് തന്നെ മലമ്പുഴ ഡാമിലെത്തി. അവിടെ നേരെ അക്വേറിയത്തിലേക്ക് പോയി. പക്ഷേ കാണാൻ അതിനകത്ത് ഒരുപാട് മീനുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് മീനിൻ്റെ ഓരോ രസങ്ങളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ DJ പാർട്ടികൾ പോലെയുള്ള മറ്റേ LED ലൈറ്റുകളും, അതൊക്കെ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. മെയിൻ ലക്ഷ്യം റോപ്പിലേക്കായിരുന്നു. റോപ്പിൽ കയറാൻ പോയപ്പോഴാണ് ഒരു ചേച്ചി വിളിച്ചത്, മക്കളെ ഇവിടെ നിന്നും കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. നേരെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പൈനാപ്പിളും അതുപോലെ തന്നെ മാങ്ങയെല്ലാം അരിഞ്ഞത് ഞങ്ങൾ ഈ മുളകിനകത്തിട്ട് കഴിച്ച്. നാട്ടിൽ നമ്മളിങ്ങനെ കഴിക്കാറില്ലെങ്കിലും പക്ഷേ ഇവിടെ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടതായ എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ മാങ്ങ വാങ്ങിയിട്ട് ചേച്ചി പറഞ്ഞു, മക്കളെ മാറിയിരുന്നു പൊടി കണ്ണിലേക്ക് തെറിക്കുന്നു. കാരണം പൊടി എന്ന് പറയുമ്പോൾ മുളക് പൊടിയാണ്. അവിടെ നീറുണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ മാറിയെന്ന് വീണ്ടും ഞങ്ങളത് അടുത്ത ഒന്നും കൂടെ കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനത്തെ ടേസ്റ്റുകൾ കൂടുതലുണ്ടാവുന്നത്. അത്യാവശ്യം എരിവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈനാപ്പിളും തണ്ണിമത്തനും എല്ലാം കൂടെ. മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ആ റോപ്പിൽ കയറുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോപ്പിൽ കയറാനുള്ള തയ്യാറെടുപ്പിലായി. ഡിറ്റു ചേട്ടൻ നല്ല പേടിച്ചാണ് ഇരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ആൾ ഇതിനകത്ത് കയറുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ റോപ്പിൽ ഇരുന്നു. ഒറ്റയ്ക്കാണ് ഞാൻ എൻ്റെ റോപ്പിൽ കയറുന്നത്, അവർ 2 പേരും ഒരുമിച്ച്. പിന്നെ ഈ റോപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആടുന്നത് കൊണ്ട് എനിക്ക് വീഴുമോ എന്നുള്ള പേടിയാണ്. പിന്നെ മലമ്പുഴ ഡാം ഇത്രയും ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റിയൊരു ഭാഗ്യമുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ്. അങ്ങനെ 2 പേരും നല്ല സന്തോഷത്തോടെ എൻ്റെ തൊട്ട് പുറകെ വന്നിറങ്ങി. ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ ആ ചേച്ചി പറഞ്ഞു, മക്കളെ എന്തായാലും നാട്ടിൽ പോവല്ലേ, എന്നാൽ പിന്നെ എൻ്റെ ഈ മസാല മോരും കൂടെ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു.
ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വീണ്ടും ഉണ്ടാക്കി തന്ന് സോഡയും കലക്കി മസാലയെല്ലാം ചേർത്ത് ഞങ്ങളത് ഒരു 1.5 പിടി പിടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ 3 പേരും കുടിച്ച് വയറ് നിറച്ച്. കാരണം ഗ്യാസ് അകത്തോട്ട് കയറുന്നതുകൊണ്ടുള്ള എക്സ്പ്രഷനാണ് മൊത്തവും. പിന്നെ നേരെ ഞങ്ങൾ മലമ്പുഴ ഡാമിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ തൃശ്ശൂർ ടൗണിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലെത്തി, ഒരു ഹോട്ടലിലെത്തി. ഫുഡ് വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും വയറ് നിറയ്ക്കണ്ടേന്ന് ഓർത്ത് കഴിച്ച് ആദ്യം ഞങ്ങൾക്ക് ചായയും കൊണ്ടുവന്നു, അതുപോലെ തന്നെ ബാർബിക്യൂം കുബൂസും കൊണ്ടുവന്നു. അത് ഞങ്ങളുടെ വയറ് നിറച്ച് ഞങ്ങൾ ഫ്രഷായിട്ട് ഞങ്ങൾ അടുത്ത യാത്ര തിരിച്ച് നേരെ ടൗണിലേക്ക്. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, മെയിനായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞങ്ങളങ്ങനെ ഒത്തിരി താമസിക്കാതെ നേരെ കോട്ടയത്തെത്തി. നല്ലൊരു ഹോട്ടലിൽ കയറി നല്ലൊരു ഫുഡ് കഴിച്ചു. ഞങ്ങളുടെ വയറ് നിറച്ച്. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു ഇത്. കാരണം ഇത്രയും ഒട്ടും ക്ഷീണിക്കാതെ ചിൽ മൈൻഡ് ഞങ്ങൾ യാത്ര ചെയ്തു. കാരണം ഞങ്ങൾ 3 പേരും മാത്രം ഉണ്ടായിരുന്നു പറഞ്ഞാലും ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളുടെ ട്രിപ്പ് എൻജോയ് ചെയ്ത്. കാരണം ഞങ്ങൾ 3 പേരും ഒരേ മൈൻഡിലുള്ള ആൾക്കാരായിരുന്നു, അതായത് ഒറ്റ മൈൻഡ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും എൻജോയ് ചെയ്ത് ഞങ്ങൾ ഈ ട്രിപ്പ് ആസ്വദിച്ചത്. ഇനി അടുത്തൊരു ട്രിപ്പ് പോകാൻ ഞങ്ങൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.